നമസ്കാരം. ഞാൻ നന്ദനൻ പിള്ള. എൻ്റെ 36ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് ഹാരിസൻ്റെ കേസ് അട്ടിമറിച്ച വിഷയമാണ്. അന്വേഷണം അട്ടിമറിച്ച വിഷയമാണ്. കൊല്ലം സബ് രജിസ്ട്രാർ ഓഫീസിലെ 1600/1923 ആധാരപ്രകാരം ബ്രിട്ടീഷ് കമ്പനിയായ ഹാരിസണ് 25,630 ഏക്കർ സ്ഥലം കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലായിട്ട് ഇൻഡഞ്ചർ എന്ന് പറയുന്ന അവകാശപ്രകാരം ലഭ്യമായിട്ടുള്ളതാണ്. ഇൻഡഞ്ചർ എന്ന് പറഞ്ഞാൽ കരാർ എന്നാണ്. അതിന് നമ്മളീ പറയുന്ന ഒരു ഭൂമിയുടെ പൂർണ്ണമായ അവകാശമില്ല. കരാർ എന്ന് അതിൽ എഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയുള്ള സമയമാണെങ്കിൽ പോലും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഭൂമി സ്വതന്ത്ര അവകാശത്തോടുകൂടി ലഭ്യമായിരുന്നില്ല തിരുവിതാംകൂറിൽ. കൂടാതെ തന്നെ പിന്നീടും അങ്ങനെ ലഭ്യമായിരുന്നില്ല. കാരണം 1947 ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കൊണ്ടുവന്ന ഫറാപ്രകാരമോ 1973 നമ്മൾ ഉണ്ടാക്കിയ ഫറാപ്രകാരമോ വിദേശിക്ക് ഇവിടെ സ്വത്തവകാശമില്ല. ഇന്ത്യയിൽ വിദേശിക്ക് സ്വത്തവകാശം ഇല്ല. പൂർണ്ണ അവകാശത്തോടു കൂടിയ സ്വത്ത് അവകാശം ഇല്ല. ഈ 4 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ 25,000-ലധികം ഏക്കർ ഭൂമി എന്ന് പറയുന്ന പല സ്വഭാവത്തിലുള്ള ഭൂമിയാണ്. ഇതിനകത്ത് കുറച്ച് സ്ഥലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉടമസ്ഥയിലുള്ളതായിട്ട്, ഉടമസ്ഥ മീൻസ് അവരുടെ കൈവശത്തിലുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറേ ഫോറസ്റ്റ് ലാൻഡ് ഉൾപ്പെടെയുള്ള നിരവധി സർക്കാർ ഭൂമി ഇതിൻ്റെ അകത്തുണ്ട്. ആയിരക്കണക്കിന് ഏക്കർ സർക്കാർ ഭൂമിയുണ്ട്. ഇതിനകത്ത് സർക്കാർ ഭൂമിയായി കൂടാതെ തന്നെ പുറമ്പോക്കെന്ന് പറഞ്ഞാലും സർക്കാർ ഭൂമിയാണ്. പുറമ്പോക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രൈവറ്റ് ഭൂമികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. സർക്കാർ പ്രൈവറ്റിലേക്ക് ലഭ്യമാക്കിയ കൊടുത്തിട്ടുള്ളതും അവരുടെ കയ്യിൽ അപ്പോൾ കൈവശത്തിലുള്ളതുമായ ഭൂമികൾ അവരുടെ കയ്യിൽ ഉണ്ട്. കൂടാതെ അന്ന് തിരുവിതാംകൂർ വ്യാപകമായി ദേവസ്വങ്ങൾക്ക് ഭൂമി ഉണ്ടായിരുന്നു. അങ്ങനെ ദേവസ്വങ്ങളുടെ ഭൂമിയുണ്ട്. ഇതെല്ലാം കൂടാതെ തന്നെ നമ്മുടെ നാട്ടുരാജാക്കന്മാർക്ക് ഫ്രീ ഹോൾഡ് അവകാശത്തിൽ കൈവശം വച്ചിരുന്ന അല്ലെങ്കിൽ രാജാവ് നൽകിയിരുന്ന ഫ്രീ ഹോൾഡ് അവകാശത്തിൽപ്പെട്ട സർക്കാർ ഭൂമി, ഇങ്ങനെ പല സ്വഭാവത്തിലുള്ള ഭൂമികളിൽ ഒന്നായി ചേർത്ത് തട്ടിക്കൂട്ടിയ ഒരു ആധാരമാണ് ഈ ഇൻഡഞ്ചർ എന്ന് പറയുന്ന കരാർ എന്ന് മലയാളത്തിൽ അർത്ഥമാക്കിയിട്ടുള്ള ഹാരിസൻ്റെ കൊല്ലം സബ് രജിസ്ട്രാർ ഓഫീസിലെ ഡോക്യുമെൻ്റ്. ഇതുമായി ബന്ധപ്പെട്ട് ചില കേസുകളൊക്കെ ഹൈക്കോടതിയിലെത്തി. അന്നത്തെ സോഷ്യൽ ഗവൺമെൻറ് ലീഡർ സുശീല ആർ ഭട്ടിന് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഹാജരാക്കിയ വ്യത്യസ്ത വകുപ്പുകൾ ഹാജരാക്കിയ രേഖകളിൽ വ്യത്യസ്ത രീതിയിൽ ഇതിൻ്റെ അവകാശത്തെപ്പറ്റി സ്വഭാവത്തെപ്പറ്റിയൊക്കെ രേഖപ്പെടുത്തിയതിനെ തുടർന്ന് അവർ ഗവൺമെൻറ്റിലേക്ക് ഒരു കത്തയച്ചു. ഇതിലൊരു വിജിലൻസ് എൻക്വയറി ഓർഡർ ചെയ്യപ്പെടണമെന്ന്. അങ്ങനെയാണ് ഈ എൻക്വയറി വിജിലൻസ് എൻക്വയറിയായി വരുന്നതും. ഇത് മറ്റാരും ഞാൻ അന്ന് ജോലി ചെയ്തിരുന്ന ഓഫീസിൽ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകാത്തൊരു സാഹചര്യത്തിലാണ് ഞാനിതിൻ്റെ അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളതും. അപ്പം എല്ലാവരോടും ചോദിച്ചു, ആരും ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അവസാനം ഞാൻ ഏതായാലും ഏറ്റെടുത്ത് അതിൻ്റെ പാപഭാരവും പേറിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഏതായാലും ശരി, 2013 ഞാൻ വിജിലൻസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2 DYSP ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് ഈ എൻക്വയറി ഓർഡർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ നമ്പർ 1/2013. എനിക്കവിടെ ഏറെ നാൾ ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ എൻക്വയറികളും മറ്റ് കാരണവുമായും മറ്റ് ഇതുപോലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. എന്തായാലും ശരി, എന്നെ അവിടുന്ന് റിലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ട്രാൻസ്ഫറായി പോകുന്ന 3/9/13 ഇതിലേക്കുള്ള വിജിലൻസ് എൻക്വയറി റിപ്പോർട്ട് ഞാൻ നൽകിയിട്ടുള്ളതാണ്. ഞാൻ അധികം സമയമൊന്നും എടുത്തിട്ടില്ല. 6 മാസ സമയമേ ഞാൻ ഈ എൻക്വയറി റിപ്പോർട്ട് നൽകാനായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നീട് ഇത് സംബന്ധിച്ച് എൻ്റെ ശുപാർശ പ്രകാരം എല്ലാ സർക്കാർ ഭൂമികളും ഏറ്റെടുക്കണമെന്നും കണ്ണദേവൻ ഹിൽസ് റിസംപ്ഷൻ ആക്ട് പോലെ നിയമനിർമ്മാണം നടത്തണമെന്നും ഉൾപ്പെടെയുള്ള 9 ശുപാർശകളിൽ ഒരു ശുപാർശയായ
ഇതിലേക്കൊരു വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ശുപാർശ അംഗീകരിച്ച് വിജിലൻസ് കേസ് ആ വർഷം തന്നെ 9/2013 രജിസ്റ്റർ ചെയ്തു. ആയാലും നമ്മുടെ ഇപ്പോഴത്തെ വിജിലൻസ് മാനുവൽ പുറത്തിറക്കിയ സമയത്ത് എൻക്വയറിയുടെയൊക്കെ സമയപരിധി കണ്ട് ഞാൻ ലജ്ജിച്ചു പോയി എന്ന് പറയേണ്ടി വരും. കാരണം 3 മാസവും കേസന്വേഷണത്തിന് 6 മാസമൊക്കെ ആയിട്ട് നിജപ്പെടുത്തി എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. വിജിലൻസിൻ്റെ കേസുകളൊന്നും തന്നെ ഈ എൻക്വയറി 3 മാസത്തിനകം വർഷങ്ങളെടുത്താലും തീരാറില്ല. കേസുകൾ വർഷങ്ങളെടുത്താലും തീരാറില്ല. എന്തായാലും ശരി, ഈ കേസ് 7 വർഷം അന്വേഷിച്ചു. 2020 ഫൈനൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2 ഉദ്യോഗസ്ഥരായിട്ടാണ് ഫൈനൽ റിപ്പോർട്ട് അന്വേഷിച്ചിട്ടുള്ളത്. അന്ന് എൻ്റെ ബാച്ചിൽ തന്നെ ഒരു ഷാം എന്ന് പറയുന്ന ഒരാൾ, പിന്നീട് മറ്റൊരു ഉദ്യോഗസ്ഥനും ഇത് അന്വേഷിച്ച് ഫൈനൽ റിപ്പോർട്ട് ചെയ്തു. രണ്ടാമത് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ പിന്നീട് IPS കിട്ടി. അദ്ദേഹം 2026 സർവീസിൽ നിന്ന് വിരമിച്ചിട്ടുള്ളതുമാണ്. അദ്ദേഹത്തിൻ്റെ പേര് മഹേഷ് ദാസ് എന്നുമാണ്. ഇത് പറയുന്നത് ഈ ഭൂമി സംബന്ധിച്ച് നമ്മുടെ നിയമസഭയിൽ തന്നെ വിഷയങ്ങൾ വന്നിട്ടുള്ളതാണ്. കൂടാതെ തന്നെ ഈ ഭൂമി നമ്മൾ സ്വതന്ത്രമാകുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടുരാജാക്കന്മാരിൽ ഉണ്ടായിരുന്നൊരു അവകാശമാണ് ഫ്രീ ഹോൾഡ് അവകാശം. നമുക്ക് തിരുവിതാംകൂറിൽ തന്നെ 4 നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു. കിളിമാനൂർ ആസ്ഥാനമായിട്ട് കിളിമാനൂർ പാലസും, ചെങ്ങന്നൂർ ആസ്ഥാനമായിട്ട് മഞ്ഞിപ്പുഴ മഠവും, പൂഞ്ഞാർ ആസ്ഥാനമായിട്ട് പൂഞ്ഞാർ നാട്ടുരാജാവും, ഇടപ്പള്ളി ആസ്ഥാനമായിട്ട് ഇടപ്പള്ളി നാട്ടുരാജാവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് സൈന്യവും മറ്റ് രാജാവിന് വേണ്ടി മറ്റ് സേവനവും നൽകുന്നതിന് പ്രത്യോപകാരമായി നൽകിയിരുന്ന അവകാശത്തെയാണ് ഫ്രീ ഹോൾഡ് അവകാശം എന്ന് പറയുന്നത്. ഈ ഫ്രീ ഹോൾഡ് അവകാശത്തെ ഈ രാജാക്കന്മാർക്കെല്ലാം തന്നെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി അന്ന് നൽകിയിരുന്നു. ഈ പൂഞ്ഞാർ രാജാവിന് അന്ന് കൊടുത്തിരുന്ന ഭൂമിയിൽപ്പെട്ടതാണ് ഈ നമ്മുടെ ഇപ്പം ഈ ടാറ്റയുടെ കൈവശമുള്ള കണ്ണദേവൻ ഹിൽസിലെ ഭൂമി. അപ്പം അന്ന് ഈ 4 നാട്ടുരാജാക്കന്മാർക്കും മാന്യമായ കോമ്പൻസേഷൻ കൊടുത്താണ് ഈ ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത്. ഇടവക റൈറ്റ്സ് അക്വിസിഷൻ ആക്ട് സർക്കാർ പൊന്നും വിലക്കെടുത്ത് ആക്ടിൻ്റെ പേരാണ് ഇടവക റൈറ്റ്സ് അക്വിസിഷൻ ആക്ട് 1955. ഈ ആക്ട് നിലവിൽ വന്നിട്ടുള്ളത് 1/1/1956 1/1/56 ശേഷം കേരളത്തിൽ നാട്ടുരാജാക്കന്മാരുടെ പൂർണ്ണമായുള്ള ഈ ഇടവക അവകാശങ്ങൾ സർക്കാർ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണ്. ഈ കൂട്ടത്തിൽ വിലക്കെടുത്ത ഒരു നാട്ടുരാജാവ്, അതായത് ചെങ്ങന്നൂർ ആസ്ഥാനമായ വഞ്ചിപ്പുഴ മഠത്തിൽ നിന്നും 4,16,358 രൂപ കൊടുത്ത് ഏറ്റെടുത്ത ഭൂമിയും ഈ ഹാരിസൻ്റെ ഈ ആധാരത്തിൽ പെടുന്നുണ്ട്. അന്നത്തെ ചങ്ങനാശ്ശേരി താലൂക്കിൽപ്പെട്ട ചിറക്കൽ എസ്റ്റേറ്റും ചെറുവള്ളി എസ്റ്റേറ്റും അന്നത്തെ പീരുമേട് താലൂക്കിൽപ്പെട്ട പെരുവന്താനം എസ്റ്റേറ്റും ഈ ഹാരിസൻ്റെ ഈ 1600/1923 ആധാരത്തിൽപ്പെട്ട ഭൂമികളിൽ പെടുന്നതാണ്. ഈ മറ്റു നാട്ടുരാജാക്കന്മാർക്കും സമാനമായിട്ട് കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട്. അവരിൽ നിന്നും ഭൂമികൾ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാം നമ്മുടെ ഭൂമാഫിയകളുടെ കയ്യിൽ ഭദ്രമായിട്ട് ഉണ്ട്. നമ്മുടെ പ്രബുദ്ധ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഹാരിസൺ തന്നെ ഇൻകം ടാക്സിന് ലഭ്യമാക്കിയ വിവരങ്ങൾ പ്രകാരമുള്ള പോലെ നൂകൂലി വാങ്ങി അവരൊക്കെ ജീവിക്കുന്നു. നമ്മുടെ ഇവിടെ സർക്കാർ ഭൂമിയില്ല. സർക്കാരിന് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് ഭൂമിയില്ലാത്തതിനായിട്ട് നമ്മൾ ലൈഫ് എന്ന പേരിൽ കമ്മീഷൻ പദ്ധതികൾ നടപ്പിലാക്കി ആളുകളെ പറ്റിക്കുന്നു. 5.5 ലക്ഷത്തോളം സർക്കാർ ഭൂമിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ. അത് ഏറ്റെടുക്കാനുള്ള ഇച്ഛാശക്തിയോ നട്ടലോ ഒന്നും ആർക്കും തന്നെ ഇല്ല. സുപ്രീം കോടതി തന്നെ ഏറ്റെടുക്കാൻ പറഞ്ഞ ഉത്തരവുകൾ ഞാൻ മുൻ ഒരു വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് പോലും കണ്ടതായിട്ട് നമ്മുടെ ഭരണകൂടങ്ങൾ ഏതായാലും കണ്ടതായിട്ട് നടിച്ചിട്ടില്ല എന്നേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം നമ്മുടെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ, അദ്ദേഹത്തിന് തന്നെ ഈ കാര്യങ്ങൾ നേരിട്ട് ബോധ്യമുള്ള ഒരാളാണ്. കാരണം അദ്ദേഹം 1970-77 കാലഘട്ടത്തിൽ ആദ്യമായിട്ട് നിയമസഭയിലെത്തുന്നത് കൂത്തുപറമ്പിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു. അന്ന് അദ്ദേഹം നിയമസഭയിൽ ഉള്ള സമയത്ത് കേരളത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ
കൊച്ചിയിലെയും നമ്മുടെ മലബാറിലെയും ഉൾപ്പെട്ട പ്രദേശങ്ങളിലെ 9 വിദേശ കമ്പനികൾ 71 എസ്റ്റേറ്റുകൾ കൈവശം വെച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിയമസഭയിൽ 1972 ആ നിയമസഭയുടെ 5-ാമത്തെ സമ്മേളനത്തിൽ നക്ഷത്ര ചിഹ്നമിട്ട 9-ാമത്തെ ചോദ്യമായിട്ട് അദ്ദേഹം ഈ വിഷയം ഉന്നയിച്ചിരുന്നു. അന്ന് മറ്റൊരു നിയമസഭാംഗം ചോദിച്ച ചോദ്യത്തിന് ഈ 71 എസ്റ്റേറ്റുകളുടെയും 9 വിദേശ കമ്പനികളുടെയും വിവരങ്ങളും ഈ മുഴുവൻ ലാൻഡും നമ്മളിങ്ങനെ ലാൻഡ് നാഷണലൈസേഷൻ ഓർഡിനൻസ് എന്ന് പറയുന്ന ഒരു ഓർഡിനൻസിനോട് ഏറ്റെടുക്കാനായിട്ട് നിയമസഭ പാസ്സാക്കി. അച്യുതമേനോൻ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് കേന്ദ്രത്തിന് അയച്ചിട്ടുള്ളതുമാണ്. എന്തായാലും ഓർഡിനൻസ് തിരിച്ചു വന്നിട്ടില്ല. നമ്മുടെ കേരള എഡ്യൂക്കേഷൻ ബില്ല് പോലെ അതും അവിടെ ഉണ്ടാകും. പൊടി തട്ടി അല്ലെ പൊടിയടിച്ചെവിടെയെങ്കിലും കാണുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഇതൊന്നും സൂര്യപ്രകാശം കാണാത്ത ഓർഡിനൻസും നിയമങ്ങളുമാണ്. അതായത് പൊതു താല്പര്യമുള്ള അല്ലെ പൊതുജനത്തിന് പ്രയോജനമുള്ള നല്ല നിയമങ്ങൾ നടപ്പിലാക്കി അല്ലെ നല്ല ഓർഡിനൻസുകൾ നമ്മൾ തയ്യാറാക്കി അങ്ങ് കേന്ദ്രത്തിൻ്റെ അനുമതിക്കായിട്ട് അയച്ചിട്ടുള്ള ഒന്നും തന്നെ തിരിച്ചു വന്നിട്ടില്ല. ഈ ഓർഡിനൻസുകളെല്ലാം അവിടെയൊക്കെ ഭദ്രമായിട്ടുണ്ടാവും നമുക്ക് പ്രത്യാശിക്കാം. അതോ നശിപ്പിക്കപ്പെട്ടോ എന്ന് അറിയില്ല. എന്തായാലും ശരി, ഈ 7 വർഷം ഇതിൻ്റെ അന്വേഷണത്തിനെടുത്തു. ഈ എൻക്വയറി റിപ്പോർട്ടിൽ നിന്നും ഒരു സ്റ്റെപ്പ് പോലും ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞില്ല. അവർ അത് ഫൈനൽ റിപ്പോർട്ട് ചെയ്തു. അത് കോടതിയും അംഗീകരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോടതി അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കോടതിയെ തെറ്റു പറയാൻ പറ്റില്ല. കോടതി ഈ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ലഭ്യമാക്കിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കുന്നത്. രേഖകളുടെ അടിസ്ഥാനത്തിൽ PC ആക്ട് അനുസരിച്ചൊരു നടപടിക്ക് മതിയായ തെളിവുകളില്ല എന്ന നിഗമനത്തിലാണ് കോടതി എത്തിച്ചേർന്നതെന്ന് മനസ്സിലാക്കുന്നു. കാരണം തെളിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോടതിയെ തെളിവ് ശേഖരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതി മുമ്പാകെ എത്തിച്ചെങ്കിൽ മാത്രമേ കോടതിക്ക് നടപടി സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൽ സംഭവിച്ചെന്ന് പറഞ്ഞത്, നമ്മൾ 5 സെൻറ്റ് ഭൂമി അല്ലെ 1 സെൻറ്റ് ഭൂമി സർക്കാരിൻ്റെ അത് ഒരാൾ കയ്യേറിയാൽ ഇവിടെ PC ആയിട്ട് നിൽക്കും. കാരണം സർക്കാരിന് നഷ്ടമുണ്ട്. ഇവിടെ ആയിരക്കണക്കിന് ഏക്കർ സർക്കാർ ഭൂമി കയ്യേറിയിട്ട് നമ്മൾ സിവിൽ കോടതി പ്രകാരം നടപടി നടത്താനാണ് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്തത്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി നിന്ന് അടിവരയിട്ട് പറയേണ്ടി വരും. അതാണ് പറഞ്ഞത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇൻഡഞ്ചറിൽ നിന്ന് 4 സെയിൽ ഡീഡ് എഴുതിയിട്ടുണ്ട്. ഇൻഡഞ്ചർ എന്ന് പറഞ്ഞാൽ കരാറാണ്. അവർക്ക് ഭൂമിയിൽ സ്വതന്ത്രാവകാശമില്ല. പക്ഷേ ഈ സെയിൽ ഡീഡ് വന്നതോടുകൂടി നമ്മുടെ, അതായത് ഒന്ന് കൊല്ലം ജില്ലയിൽ അമ്പനാട് എസ്റ്റേറ്റാണ്. കൊല്ലം ജില്ലയിൽ തന്നെ റിയ എന്ന് പറയുന്ന മറ്റൊരു എസ്റ്റേറ്റ് അവർ ഈ ആധാരത്തിൽ നിന്ന് തന്നെ വിറ്റിട്ടുള്ളതാണ്. പിന്നുള്ളത് ഒന്ന് ചെറുവള്ളി എസ്റ്റേറ്റ് KP യോഹന്നാനും, മറ്റൊന്ന് ബോയ്സ് എസ്റ്റേറ്റ് കടവ് മുഹമ്മദ് അലി എന്ന ആൾക്കുമാണ് അവർ കൈമാറിയിട്ടുള്ളത്. ഇതിൻ്റെ അമ്പനാട് എസ്റ്റേറ്റിൻ്റെ സെയിൽ ഡീഡ് പിന്നീട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നിയമവിരുദ്ധമാണെന്ന് കണ്ട് ക്യാൻസൽ ചെയ്തെങ്കിലും പിന്നീട് അത് ഡിവിഷൻ ബെഞ്ച് ശരിവെച്ച് സെയിൽ ഡീഡ് ശരിവെച്ചിട്ടുള്ളതുമാണ്. എന്തായാലും ശരി, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കരാറിൽ നിന്ന് പിന്നീട് ഒരു കരാറേ എഴുതാൻ പറ്റൂ. അതിൽ നിന്നൊരു സെയിൽ ഡീഡ് എഴുതി ആ ഭൂമിയുടെ പൂർണ്ണാവകാശവും ഒന്നും ലഭ്യമാക്കാൻ പറ്റില്ല. കരാറിൽ നിന്നൊരു കരാർ വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ അതിൽ നിന്നൊരു സെയിൽ ഡീഡിലൂടെ അതിൻ്റെ പൂർണ്ണാവകാശത്തിലേക്ക് ആ സ്വത്ത് മാറ്റുന്നത് നിയമവിരുദ്ധമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കുന്ന കാര്യമല്ല. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭൂമിക്ക് ഏതെങ്കിലും അവകാശം ഒരു വിദേശ കമ്പനിക്ക് ഉള്ളതായിട്ട് ഒരു നിയമവ്യവസ്ഥയിലും എങ്ങും പറഞ്ഞിട്ടില്ല. എങ്കിലും ഈ ഭൂമികളൊക്കെ തന്നെ നമ്മുടെ പ്രബുദ്ധ രാഷ്ട്രീയക്കാരും പ്രബുദ്ധ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രബുദ്ധ റവന്യൂ വകുപ്പും അവരെയും നമ്മൾ പ്രബുദ്ധർ തന്നെ വിളിക്കേണ്ടി വരും. കാരണം ഈ സംഘങ്ങൾക്കൊക്കെ ഭൂമി പോക്കുവരെ ചെയ്യുന്നതിനും വ്യാജ രേഖകളും വ്യാജ റെക്കോർഡുകളും ഒക്കെ ഉണ്ടാക്കുന്നതിൽ അവർ മുൻപന്തിയിലാണ്. അതുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ ഭൂമികളൊന്നും തന്നെ ഇവിടെ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും ഈ വിജിലൻസ് റിപ്പോർട്ട് ഈ സർക്കാരിൻ്റെ ഭൂമി, സർക്കാർ പൊന്നുമലയ്ക്ക് പൈസ കൊടുത്തെടുത്ത ഭൂമി ഉൾപ്പെടെയുള്ളത് അട്ടിമറിച്ച് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അന്ന് നിയമസഭാംഗമായിരിക്കും നിയമസഭയിൽ ചോദിച്ച
ആ റിപ്പോർട്ട് കണ്ട് അദ്ദേഹം ചിരിച്ചു കാണുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അദ്ദേഹം തന്നെ പണ്ട് നിയമസഭയിൽ ഇത് സർക്കാർ ഭൂമിയാണെന്നും അത് ഒരു വിദേശ കമ്പനിക്ക് ഭൂമി സംബന്ധിച്ചുള്ള അവകാശം ഇല്ല എന്നൊക്കെ മനസ്സിലാക്കി നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിൽ ഉൾപ്പെട്ട ഭൂമി സംബന്ധിച്ചും പ്രത്യേകിച്ചും അതിൽ സർക്കാർ പൊന്നുംവിലയ്ക്കുണ്ടായി എടുത്ത ഭൂമി ഉൾപ്പെടെ ഉണ്ടായിരിക്കെ ആ വിജിലൻസ് റിപ്പോർട്ട് അദ്ദേഹം കാണണം. കാരണം അദ്ദേഹം വിജിലൻസ് റിപ്പോർട്ട് കാണുമെന്ന് പറഞ്ഞാൽ വിജിലൻസിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും ഗവൺമെൻറ്റിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കോപ്പി ഗവൺമെൻറ്റിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ റിപ്പോർട്ട് കണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന അദ്ദേഹം ചിരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മുടെ വിജിലൻസുകാരെക്കാട്ടിൽ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരെക്കാട്ടി നല്ല ബോധ്യമുള്ള കാര്യമാണ്. ഇത് അട്ടിമറിച്ച് ലഭ്യമാക്കിയതിൽ അദ്ദേഹത്തിനും എന്തെങ്കിലും പുനഃപരിശോധന വേണമെന്നിട്ട് തോന്നിയതുമില്ല. ഏതായാലും അദ്ദേഹത്തിനെ മാത്രം നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. എൻ്റെ സിസ്റ്റം കുഴപ്പത്തിലാണ്. ഇല്ലെങ്കിൽ ഈ വ്യാജരേഖ ഉണ്ടാക്കലും ഈ സർക്കാർ ഭൂമി മൊത്തമായിട്ടും ഈ കൈമാറ്റം നടത്തിയിട്ട് നമ്മുടെ സിസ്റ്റം നോക്കുകൂത്തിയായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നതിന് അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല സർക്കാർ ഭൂമി ഏകദേശമൊക്കെ നമ്മുടെ റവന്യൂ വകുപ്പ് വിറ്റഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ സ്വകാര്യ ഭൂമികൾ വിറ്റഴിക്കുന്ന പ്രക്രിയയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനാദ്യമായിട്ട് അവർ ഒരു സർവേറെ സംഘടിപ്പിക്കും. അയാളെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്ലാൻ തട്ടിക്കൂട്ടും. ആ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സെയിൽ ഡീഡ് തട്ടിക്കൂട്ടും. അത് റീസർവേയുടെ പേരിലാവാം, ഇനി ഡിജിറ്റൽ സർവേയുടെ പേരിലാകാം. ആ സെയിൽ ഡീഡ് നമ്മുടെ വില്ലേജ് ഓഫീസിലെത്തുന്നു. തഹസിൽദാർക്കും വില്ലേജ് ഓഫീസിൽ ഈ സെയിൽ ഡീഡിലോ ഈ പ്ലാനിനോ യാതൊരു സംശയവും തോന്നുന്നില്ല. ഈ ആധാരം തയ്യാറാക്കി തട്ടിക്കൂട്ടിയ ആൾ തന്നെ അപേക്ഷമായി രംഗത്ത് വരുന്നു. പോക്കുവരവ് ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ തട്ടിക്കൂട്ട് ആധാരത്തിൻ്റെയും തട്ടിക്കൂട്ട് പ്ലാനിൻ്റെയും തട്ടിക്കൂട്ട് അപേക്ഷയുടെയും അടിസ്ഥാനത്തിൽ ഒരു ഇയാൾക്ക് ഭൂമി പോക്കുവരവ് ചെയ്യപ്പെട്ട് കൊടുക്കുകയാണ്. കാരണം ഇവിടെ അഴിമതിയില്ല, നമ്പർ 1 ആണ്, എല്ലാവരും പ്രഗത്ഭരാണ്, സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം വളരെ ശുഷ്കാന്തിയോടുകൂടി ജോലി ചെയ്ത് വ്യാജരേഖകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പോലീസാണെങ്കിൽ കേസുകൾ അട്ടിമറിച്ച് വരികയായിരുന്നു. ഇനി അതിന് മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏതായാലും ഈ വീഡിയോ നമ്മുടെ ഈ സർക്കാർ പൊന്നുവിലക്കെടുത്ത ഭൂമി ഉൾപ്പെട്ട കേസ് അട്ടിമറിച്ച വിജിലൻസിലെ ഓഫീസർമാർക്കും അത് കണ്ട സർക്കാർ സംവിധാനത്തിനും ഈ രേഖകളെല്ലാം വ്യാജമായിട്ട് കൃത്രിമമായിട്ട് നിർമ്മിച്ച് ഈ മാഫിയായ്ക്ക് വേണ്ടി പോക്കുവരവ് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ റവന്യൂ വകുപ്പിനുമായിട്ട് സമർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.